எல்லாம் அப்படியே பிடிச்சிக்கோ, நான் போய் நிக்கிறேன். நான் நிக்கிறேன். வா வா போடாது வா. வீடியோ தான் வா. அந்த நிக்கிறாரு. நல்லா இருக்குல்ல? முருகன் உட்காந்து போனாங்க. அதேடா யாரியா வெளிச்சத்தான் இல்லையா? தலையை ஏன் இப்படி சாட்சி வைக்கிற? மாறு 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 மாறு. International Exchange, 30 years of sending smiles. दुबई सेट इंगे இருக்காரு. Hit 96.7 FM News with business with BlackBerry, unlimited national BlackBerry. பேச மட்டும் கொண்டு போ. ഉച്ചകോടി ഇന്ന് അവസാനിക്കും. ഭൂട്ടാന്റെ തലസ്ഥാനമായ തിമ്പുവിലാണ് 2 ദിവസങ്ങളിലേയും ഉച്ചകോടി നടന്നത്. ഹരിതാഭവും സന്തുഷ്ടവുമായ ദക്ഷിണേഷ്യ എന്നതായിരുന്നു ഇത്തവണത്തെ ഉച്ചകോടിയുടെ മുദ്രാവാക്യം. ഭീഷണികൾ കൂട്ടായി നേരിടുമെന്ന് ഉച്ചകോടിയിൽ രാഷ്ട്രതലവന്മാർ പ്രതിജ്ഞ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി യൂസഫ് റസാ ഗിലാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചതായി ഡോക്ടർ മൻമോഹൻ സിംഗ് ഗിലാനിയെ അറിയിച്ചതായി കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വാർത്താ സമ്മേളനം നടത്തിയ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവു വ്യക്തമാക്കുന്നു. മുംബൈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിൽ സൈനികേതര ആവശ്യങ്ങൾക്കുള്ള 2 പുതിയ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ ചൈന തയ്യാറെടുക്കുന്നതായി സൂചന. പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിലെത്തിയേക്കുമെന്ന ആഗോളതലത്തിൽ ആശങ്കയുള്ള ഇത് കാശ്മീർ പ്രവിശ്യയിലെ ആണവ റിയാക്ടർ നേരത്തെ തന്നെ നിർമ്മാണം തുടങ്ങിയതാണ്. ഇതേ സ്ഥലത്ത് രണ്ടാമത്തെ റിയാക്ടർ സ്ഥാപിക്കാനുള്ള നടപടികൾ ചൈന ആരംഭിച്ചു. 2 റിയാക്ടറുകൾ അടുത്ത വർഷത്തോടെ കമ്മീഷൻ ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് 2 റിയാക്ടറുകൾക്കും വേണ്ട സാങ്കേതിക ധനസഹായം നൽകാൻ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തിയത്. SLC ലാവ്ലിൻ കേസിൽ ഗവർണർ RS ഗവായിയുടെ ഭാഗം വിശദീകരിക്കാൻ അറ്റോർണി ജനറൽ ബഹൻവതിയോട് കോടതി നിർദ്ദേശിച്ചു. ഹാജരാകുന്ന കേസിൽ മറ്റൊരു അഭിഭാഷകൻ അമിക്കസ് ക്യൂറിയായി നിയമിക്കേണ്ട കാര്യമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ ഗവർണറുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് കോടതിയെ സഹായിക്കുമ്പോൾ CBIക്ക് വേണ്ടി ഹാജരാകാൻ കഴിയില്ലെന്ന് ബഹൻവതി സുപ്രീം കോടതിയെ അറിയിച്ചു.
എന്നെ ചേർത്തിടാം എന്റെ വൈഫ് കാണുന്നതല്ല. പിണറായി വിജയന്റെ ആവശ്യം സുപ്രീം കോടതി നിരാകരിച്ചു. நல்லா இருக்குங்களா? ഇത് അടുത്ത എങ്ക വരും. കേരള കോൺഗ്രസുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് സങ്കുചിത മനോഭാവം കാണിക്കരുതെന്ന് കേരള കോൺഗ്രസ് നേതാവ് KS മനോജും S ശിവരാമനും ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് വരുന്നതിൽ കേരള കോൺഗ്രസ് അറിയിച്ചു. ഈ വിഷയം ഇപ്പോൾ UDF-ൽ ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ലെന്ന് KM മാണി വ്യക്തമാക്കുന്നു. കേരള കോൺഗ്രസ് ജയ മുന്നണി പോകട്ടെയെന്ന് தோட்டத்தை மட்டும் எடுத்துக்கணும் ரவுண்டில் வினோதே கட் பண்ணி பேஸ்ட் பண்ணி தோட்டம் மட்டும் கொஞ்சம் ரவுண்ட் வரும். இது வர இதோட அது நல்லா இருக்கு. சரி ஐஜி ஸ்ரீலேகா நல்லா இருக்கு. நீ பாக்குற சூப்பரா இருக்கு. அந்த மாதிரி எல்லாம் ஒண்ணுதான். உங்களை கண்ணுக்கு என்ன பிரச்சனை இருக்குன்னு நினைக்கிறேன். அதுக்குல தோகை பத்தியா இதுவும் நல்லா இருக்கு. அது பாரு தோகை அப்படி சூப்பரா இருக்கு. நான் பாக்கும்போது കണ്ണട മേലെ കറക്റ്റ് DGPക്ക് നൽകിയ വിശദീകരണത്തിൽ ഓഫീസർമാരും ചട്ടം ലംഘിച്ച് വിദേശയാത്ര തച്ചങ്കരി സർക്കാരിന് വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് അമ്പാൻ ഹാജരാകും. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കേസിൽ നിന്ന് മാറി നിൽക്കാൻ AG സ്വയം തീരുമാനിക്കുകയായിരുന്നു. പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം ശനിയാഴ്ച അഫ്ഗാനിസ്ഥാൻ. கொஞ்சம் வெளிச்சம் டம்மியான இன்னி வெளிச்சம் கம்மியா வச்சுக்கோ. நல்லா ஸ்டைலா சூப்பரா இருக்கு. அப்படியே தங்க கோல்டு கலர்ல இருக்கு. 6.7 FM news. ദുബായിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5 മണി. Service to 12 destinations across the Middle East. Flying Emirates. Keep discovering.